അമ്മയുടെ സന്ദേശം മതസൗഹാർദ്ദത്തിനും ഐക്യതയ്ക്കും സനാതന ധർമ്മമൂല്യങ്ങളെ ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടുന്നതിനും വേണ്ടി സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തെക്കുറിച്ച് അമ്മയുടെ സന്ദേശം. സ്വാമി വിവേകാനന്ദൻ ആ പേരിന് തന്നെയുണ്ടൊരു ശക്തിയും ആകർഷണവും. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ഒരു ഉണർവും ഊർജ്ജസ്വലതയും കൈവരും. കാരണം ആ പേരിൻ്റെ ഉടമ അത്ര തേജസ്വിയായിരുന്നു. പരിവർത്തനത്തിൻ്റെ വിപ്ലവഗാഥ രചിച്ച മഹാനായ സന്യാസി, തികഞ്ഞ ജ്ഞാനി, ഗുരുഭക്തിയുടെ ഉത്തമോദാഹരണം, ഉത്കൃഷ്ടനായ കർമ്മയോഗി, ഉജ്ജ്വലനായ വാഗ്മി, ഇവയെല്ലാം തികഞ്ഞ അത്യപൂർവ വ്യക്തിത്വമായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ശ്രീരാമകൃഷ്ണദേവന്റെ മികവുറ്റ ആത്മീയ ശക്തിയിൽ വിടർന്ന് ലോകമെമ്പാടും നറുമണം പരത്തിയ ദിവ്യകുസുമം. സ്വാമി വിവേകാനന്ദനെ സംബന്ധിച്ചിടത്തോളം ആത്മീയത വിദൂരതയിലെ ഏതെങ്കിലും വനാന്തരത്തിലോ ഗുഹയിലോ കണ്ണുമടച്ച് ഏകാന്തമായിരുന്നു ചെയ്യുന്ന തപസ് മാത്രമായിരുന്നില്ല. അത് ഇവിടെ ഈ ലോകത്തിൽ എല്ലാ തരത്തിലുമുള്ള മനുഷ്യരോടൊപ്പം ജീവിച്ച് എല്ലാ സാഹചര്യങ്ങളെയും ജീവിത വെല്ലുവിളികളെയും ധീരതയോടും സമചിത്തതയോടും നേരിട്ട് പ്രാവർത്തികമാക്കേണ്ട ഒരു ജീവിതചര്യയായിരുന്നു. ആത്മീയത ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ശക്തിയുടെയും ബുദ്ധിയുടെയും ഉറവിടവും ആണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. സഹജീവികളോടുള്ള കാരുണ്യത്തിൽ അധിഷ്ഠിതമായിരുന്നു സ്വാമികളുടെ ആത്മീയത. പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പു ശമിപ്പിക്കാത, വിധവയുടെ കണ്ണുനീരൊപ്പാത ഒരു മതത്തിലും ഒരു ഈശ്വരനിലും തനിക്ക് വിശ്വാസമില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ലോകസേവനവും ജീവകാരുണ്യവും സന്യാസത്തിൻ്റെ അടിസ്ഥാന ആദർശങ്ങളാകണമെന്ന് പഠിപ്പിച്ചും കൊണ്ട് അദ്ദേഹം ഭാരതീയ സന്യാസത്തിനു പുതിയ മാനം നൽകി. ഹരി ഓം നമഃ ശിവായ.